എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന 20 സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് താനാര എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു കോമഡി മൂവിയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ്, ദീപ്തി തുടങ്ങിയവരുടെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇന്ന് രാത്രിയാണ്. സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്നു. ഈ താനാര എന്ന സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സ്വർഗവാസിൽ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. സാനിയ, ഷറഫുദ്ദീൻ, ബാലാജി, സെലവരാഗൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഡ്രാമ മൂവിയാണ്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് സ്വർഗവാസിൽ എന്ന സിനിമ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഭൂൽഭുലൈയ 3 എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. കാർത്തിക്, വിദ്യാ ബാലൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഹൊറർ കോമഡി മൂവിയാണ് ഭൂൽഭുലൈയ 3. ഈ സിനിമയുടെ റിലീസ് ഇന്ന് രാത്രി 12 മണിക്കാണ്. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിം 2 എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു സീരീസ് ആണ്. ഇതൊരു ഹോളിവുഡ് സീരീസ് ആണ്. ഇപ്പോഴത്തെ സ്ക്വിഡ് ഗെയിം 2 സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബബിൾഗം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഒരു റൊമാൻറ്റിക്കൽ മൂവിയാണ് ബബിൾഗം. റോഷൻ മാനസിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്ന് രാത്രിയാണ്. ഇന്ന് 12 മണിക്ക് സിംപ്ലി സൗത്തിൽ ബബിൾഗം എന്ന സിനിമ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഒരു ഹൊറർ കോമഡി മൂവിയാണ് ഹലോ മമ്മി. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമ ഓടുന്നുണ്ട്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഹലോ മമ്മി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 5-ന് ആമസോൺ പ്രൈമിൽ ഹലോ മമ്മി എന്ന സിനിമ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയെക്കുറിച്ചാണ്. അസ്കർ, അന്ന റെജി, അജു വർഗീസ്, റിയാസ് ഖാൻ, സ്വാസികയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ DNA എന്ന സിനിമയുടെ OTT അവകാശം സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്കാണ് DNA എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സീക്രട്ട് ഹോം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ക്രൈം ഡ്രാമ മൂവിയാണ്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സീക്രട്ട് ഹോമിന് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. അപർണ ദാസ്, ശിവദ, അനുമോഹനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം സീക്രട്ട് ഹോം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് അയറിൻ അറബി എന്ന സിനിമയെക്കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, ഉർവശിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായി. ഇപ്പോഴത്തെ അയറിൻ അറബി എന്ന സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് ജനുവരി മാസത്തിലായിരിക്കും. ന്യൂ ഇയർ സ്പെഷ്യലായിട്ടായിരിക്കും അയറിൻ അറേബ്യ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനുമോഹൻ, അതിഥി രവി, മിയ, വിനയ് ഫോർട്ട്, വിജയ് ബാബുവാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ബിഗ് ബൻ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തു. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 31-ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് സർപ്രൈസായിട്ട് ബിഗ് ബൻ ആമസോണിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ, ലാൽ, രേഖ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ചെക്ക്മേറ്റ് എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം ചെക്ക്മേറ്റ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ തീയതി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ജനുവരി 5-ന് ചെക്ക്മേറ്റ് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് പാർട്ണേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ, കലാഭവൻ ഷാജോൺ, തേവകി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ വിജയിക്കാൻ സാധിച്ചില്ല. പാർട്ണേഴ്സ് എന്ന സിനിമ ഫ്ലോപ്പ് ആവുകയും ചെയ്തു. ഇപ്പോഴത്തെ സൈനാപ്ലേ എന്ന OTT പ്ലാറ്റ്ഫോം പാർട്ണേഴ്സ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസം 31-നോ അല്ലെങ്കിൽ പിന്നെ ജനുവരി ആദ്യ വാരമായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയെക്കുറിച്ചാണ്. മാത്യു തോമസ്, നമിത പ്രമോദ്, അനിക, ബേസിൽ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പെട്ടെന്ന് തന്നെ
സിനിമ വാഷ് ഔട്ടായി. ഇതൊരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. സൈനപ്ലൈ ആണ് കപ്പ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ OTT വന്നേക്കും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരിയിലായിരിക്കും സിനിമയുടെ റിലീസ്. ജനുവരി 1 കപ്പ് എന്ന സിനിമ OTT വരും. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ട്, അഞ്ജലി നായർ, അനു സിത്താരയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ മനോരമ മാക്സ് വാതിൽ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസം ലാസ്റ്റ് ആയിരിക്കും സിനിമയുടെ റിലീസ്. ഡിസംബർ 31 വാതിൽ എന്ന സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്. അൻഷിമ, നസ്ലിൻ, ദിലീഷ് പോത്തനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഒരു ഹാക്കറുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പ്രേമലുവിന് ശേഷമായതുകൊണ്ട് നല്ല ഹൈപ്പ് സിനിമയ്ക്കുണ്ടായിരുന്നു. പക്ഷെ സിനിമ വേണ്ടത്ര വിജയിച്ചില്ല. ഇപ്പോഴിതാ മനോരമ മാക്സ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ സർപ്രൈസ് ആയിട്ടായിരിക്കും കാതലൻ എന്ന സിനിമ OTT വരുന്നത്. ഒരു പക്ഷേ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഡിസംബർ 31 രാത്രി സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ എന്ന സിനിമയെ കുറിച്ചാണ്. രശ്മിക മന്ദാന, ഫഹദ് വാസിൽ, അല്ലു അർജുനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി 30 എല്ലാ ഭാഷകളിലും സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കടകൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഹക്കീമ സോന, ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT സൺനെസ്റ്റ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 20 OTT പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. കടകന്റെ ഹിന്ദി വെർഷൻ യൂട്യൂബിൽ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. മലയാളം വെർഷൻ ഇന്ന് രാത്രിയോ നാളെയായിട്ട് റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സിനിമയുടെ റിലീസ് ഉണ്ടാവുന്നതാണ്. സർപ്രൈസ് ആയിട്ടായിരിക്കും ഓശാന റിലീസിനെത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ കുറിച്ചാണ്. വർഷങ്ങൾക്ക് ശേഷം തമൻ അഭിനയിച്ച മലയാള സിനിമയാണ് ബാന്ദ്ര. സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ബാന്ദ്ര എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ദിലീപും തമനയുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചത്. ഈ സിനിമയുടെ OTT വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈം കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് കുറച്ച് ഡേയ്സായി. ഇപ്പോൾ ഇതാ പുറത്തു വന്ന അപ്ഡേറ്റ് സർപ്രൈസ് ആയിട്ട് ന്യൂ ഇയറിനായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെ കുറിച്ചാണ്. 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മാർക്കോ എന്ന സിനിമ. ഈ സിനിമയുടെ OTT ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആമസോൺ പ്രൈമാണ് മാർക്കോ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ മാർക്കോ എന്ന സിനിമ ലീക്കായിട്ട് പുറത്തു വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെയുള്ള സിനിമകൾ നോക്കിയാൽ റിലീസായിട്ട് 15 ദിവസത്തിനുള്ളിൽ ലീക്കായിട്ടുള്ള HD പ്രിന്റ് പുറത്തു വരാറുണ്ട്. ഒഫീഷ്യൽ OTT റിലീസായിട്ട് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ഭാവനയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഹണ്ട്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആരാധകർ ഹണ്ട് എന്ന സിനിമയുടെ OTT വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. ആമസോൺ പ്രൈമാണ് ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസിന് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹണ്ട് എന്ന സിനിമ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടായിരിക്കും ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 31 രാത്രി 12 മണിക്കായിരിക്കും ഹണ്ട് എന്ന സിനിമയുടെ റിലീസ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചു. മികച്ച ഒരു മാസ് മൂവിയാണ് പണി എന്ന സിനിമ. ജോജു ജോർജാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജോജു സാഗർ സൂര്യാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് 30 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടി. ഇപ്പോഴിതാ സോണി ലിവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 1 ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് പണി എന്ന സിനിമ സോണി ലിവിൽ റിലീസുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.